നമസ്കാരം, മണി മാജിക്കിലേക്ക് സ്വാഗതം. രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം 3 ചുരുക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നിർണായക നീക്കം ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക് എന്നീ 3 ബാങ്കുകളിലേക്ക് മറ്റു പൊതുമേഖലാ ബാങ്കുകളെ ലയിപ്പിക്കാനാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ലയനത്തിലൂടെ രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം നിലവിലുള്ള 12 നിന്നും വെറും 3 കുറയ്ക്കും. ഈ നീക്കം നടപ്പിലാക്കുന്നതിലൂടെ ലോകത്തിലെ മികച്ച 20 ബാങ്കുകളുടെ ഗണത്തിലേക്ക് ഇന്ത്യയിൽ നിന്ന് കുറഞ്ഞത് 2 ബാങ്കുകളെയെങ്കിലും എത്തിക്കുക എന്ന ബൃഹത്തായ ലക്ഷ്യമാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ നീക്കം ശരിക്കും പുതിയതല്ല. 2017 ആരംഭിച്ച ബാങ്ക് ലയന പ്രക്രിയയുടെ 3ാം ഘട്ടമാണിത്. 2019 ലയനത്തിലൂടെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം 27 നിന്ന് 12 കുറച്ചിരുന്നു. എന്നാൽ ഇത്രയും വലിയൊരു പരിഷ്കരണം നടപ്പാക്കുമ്പോൾ ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ, പ്രത്യേകിച്ച് ബാങ്കിംഗ് മേഖലയിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? ഈ ചോദ്യത്തിന് ലളിതമായ ഒരു ഉത്തരമില്ല. കാരണം ഇതിന് അനുകൂലമായും പ്രതികൂലമായുമുള്ള നിരവധി വാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ലയനത്തിന്റെ പ്രധാന ലക്ഷ്യം ബാങ്കുകളുടെ വലിപ്പവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുക എന്നതാണ്. ചെറുകിട ബാങ്കുകൾക്ക് പരിമിതമായ മൂലധനവും അതുപോലെ ആഗോളതലത്തിൽ മത്സരിക്കാൻ കഴിയാത്ത പ്രവർത്തന ശേഷിയുമാണ് ഉള്ളത്. ഇവയെ ലയിപ്പിച്ച് വൻകിട ബാങ്കുകളാക്കി മാറ്റുന്നതിലൂടെ ഇനി പറയുന്ന ഗുണങ്ങൾ നേടാൻ സാധ്യമാകും. വൻകിട ബാങ്കുകൾക്ക് കൂടുതൽ മൂലധന ശേഖരണത്തിനുള്ള ശേഷിയുണ്ടാകും. ഇത് രാജ്യത്തെ വൻകിട പദ്ധതികൾക്ക് ധനസഹായം നൽകാൻ ബാങ്കുകളെ പ്രാപ്തരാക്കും. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഇത് നിർണായകവുമാണ്. അടുത്തത്, ലോകോത്തര ബാങ്കുകളോട് കിടപിടിക്കാൻ ഇന്ത്യയിലെ ബാങ്കുകൾക്ക് കഴിയണം. വലിപ്പം കൂടുമ്പോൾ ആഗോളതലത്തിൽ അവരുടെ സ്വാധീനവും വിശ്വാസ്യതയും വർദ്ധിക്കും. ഇനിയുള്ളത് ലയനത്തിലൂടെ ചെലവ് കുറയ്ക്കാനാകുമെന്നതാണ്. ഉദാഹരണത്തിന്, ബാങ്കുകൾക്ക് പൊതുവായ സാങ്കേതിക വിദ്യ, മാനവ വിഭവശേഷി, ശാഖാ ശൃംഖല എന്നിവ പങ്കുവയ്ക്കാനാകും. ഒരേ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഒന്നിലധികം ബാങ്കുകളുടെ ശാഖകൾ ലയിപ്പിക്കുന്നത് പ്രവർത്തന ചെലവ് കുറയ്ക്കും. അതുപോലെ വലിയ ബാങ്കുകൾക്ക് സാമ്പത്തിക ആഘാതങ്ങളെ കൂടുതൽ ഫലപ്രദമായി നേരിടാൻ സാധിക്കും. ബാങ്കുകളുടെ ആസ്തിയും ബാധ്യതയും വലുതാകുമ്പോൾ ഒരു പ്രത്യേക മേഖലയിലെ പ്രതിസന്ധി മൊത്തത്തിലുള്ള പ്രവർത്തനത്തെ ബാധിക്കാനുള്ള സാധ്യത കുറയ്ക്കും. ഇനി ടെക്നോളജി അപ്ഗ്രഡേഷൻ ആണ്. ചെറുകിട ബാങ്കുകൾക്ക് ഡിജിറ്റൽ യുഗത്തിനനുസരിച്ച് സാങ്കേതിക വിദ്യ നവീകരിക്കുന്നത് വലിയ സാമ്പത്തിക ഭാരമാണ്. എന്നാൽ ലയിച്ച വൻകിട ബാങ്കുകൾക്ക് ഈ നവീകരണ പ്രക്രിയ കൂടുതൽ എളുപ്പത്തിൽ കാര്യക്ഷമമാക്കാൻ സാധിക്കും. ഇവിടെയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക് എന്നിവയിലേക്ക് മറ്റ് ബാങ്കുകളെ ലയിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ ശ്രദ്ധേയമാകുന്നത്. SBIയിലേക്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, യൂക്കോ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് എന്നിവയുടെ ലയനം SBIയുടെ സാന്നിധ്യം രാജ്യത്തുടനീളം കൂടുതൽ ശക്തമാക്കും. PNBയിലേക്ക് പോകുന്നത് ബാങ്ക് ഓഫ് ബറോഡ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എന്നിവയുടെ ലയനം PNBയെ രാജ്യത്തെ 2ാമത്തെ വലിയ ബാങ്കാക്കി മാറ്റിയേക്കാം. കാനറ ബാങ്കിലേക്ക് യൂണിയൻ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയുടെ ലയനം ദക്ഷിണേന്ത്യയിൽ കൂടുതൽ വേരോട്ടമുള്ള ഒരു വൻകിട ബാങ്കിന് രൂപം നൽകും. ഇനി ഈ നീക്കത്തിലെ വിമർശനങ്ങളും ആശങ്കകളും ഒന്ന് പരിശോധിക്കാം. കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കത്തിന് ശക്തമായ വിമർശനങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട്. പ്രധാനമായും ഇത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തി സ്വകാര്യ ബാങ്കുകൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകാനുള്ള BJP സർക്കാരിന്റെ തലോടൽ നയമാണ് എന്ന ആരോപണമാണ് ഉയരുന്നത്. ഒന്നാമതായി ജീവനക്കാരുടെ ആശങ്കകളാണ്. ഏറ്റവും വലിയ ആശങ്ക തൊഴിൽ നഷ്ടവുമാണ്. ലയനം നടക്കുമ്പോൾ ഒരു പ്രദേശത്തെ അനാവശ്യമായ ശാഖകൾ അടച്ചുപൂട്ടുകയും ഒരേ തസ്തികയിലുള്ള ജീവനക്കാരെ പുനർവിന്യസിക്കുകയും ചെയ്യും. ഇത് ജീവനക്കാർക്കിടയിൽ അനിശ്ചിതത്വവും അതുപോലെ സമ്മർദ്ദത്തിനും ചിലപ്പോൾ തൊഴിൽ നഷ്ടത്തിനും വഴിവെച്ചേക്കാം. മാത്രമല്ല, ഓരോ ബാങ്കിനും അതിൻ്റെതായ തൊഴിൽ സംസ്കാരം, അതായത് വർക്ക് കൾച്ചർ ഉണ്ടാകും. വ്യത്യസ്ത സംസ്കാരങ്ങളുള്ള ബാങ്കുകൾ ലയിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനേജ്മെന്റ് പ്രശ്നങ്ങളും വെല്ലുവിളിയാണ്. അടുത്തത്, ഗ്രാമീണ ബാങ്കിംഗ് സേവനങ്ങളെ ബാധിക്കുമോ എന്ന വലിയ ചോദ്യമാണ്. ചെറിയ ബാങ്കുകൾക്ക് ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രാന്തങ്ങളിലും ശക്തമായ സാന്നിധ്യമുണ്ട്. ഇവയെ വൻകിട ബാങ്കുകളിൽ ലയിപ്പിക്കുമ്പോൾ വൻകിട ബാങ്കുകളുടെ ശ്രദ്ധ നഗര കേന്ദ്രീകൃതവും കോർപ്പറേറ്റ് വായ്പകളിലും കേന്ദ്രീകരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്ന ചെറുകിട വായ്പകൾ, കാർഷിക വായ്പകൾ തുടങ്ങിയ സേവനങ്ങളെ പ്രതികൂലമായി ബാധിച്ചേക്കാം. അടുത്തത്, ബാങ്കിംഗ് സേവനങ്ങളുടെ ഏകീകരണമാണ്. 3 ബാങ്കുകൾ മാത്രമായി ചുരുങ്ങുമ്പോൾ രാജ്യത്തെ ബാങ്കിംഗ് രംഗത്ത് മത്സരത്തിന്റെ അഭാവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മത്സരം കുറയുമ്പോൾ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്ന സേവനങ്ങളുടെ ഗുണനിലവാരത്തിലും അതുപോലെ നിരക്കുകളിലും, ഇൻട്രസ്റ്റ് റേറ്റ്സും സർവീസ് ചാർജസും കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. ഉപഭോക്താക്കൾക്ക് തിരഞ്ഞെടുക്കാൻ മറ്റ് ഓപ്ഷനുകൾ ഇല്ലാതാകുന്നത് മൊത്തത്തിലുള്ള ബാങ്കിംഗ് ഇക്കോസിസ്റ്റത്തിന് ഗുണകരമായിരിക്കില്ല. അടുത്തത്, ശ്രദ്ധയും NPAയുടെ പ്രശ്നങ്ങളുമാണ്. വൻകിട ലയന പ്രക്രിയ നടക്കുമ്പോൾ ബാങ്കുകളുടെ മാനേജ്മെന്റിന്റെ ശ്രദ്ധ കുറച്ചുകാലത്തേക്ക് ഈ ലയന പ്രക്രിയയിൽ കേന്ദ്രീകരിക്കും. ഇത് ബാങ്കുകളുടെ സാധാരണ പ്രവർത്തനങ്ങളെയും പ്രത്യേകിച്ച് നിലവിലുള്ള നിഷ്ക്രിയ ആസ്തി, അതായത് നോൺ പെർഫോമിംഗ് അസറ്റ്സ് NPA പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ നിന്നുള്ള ശ്രദ്ധ മാറ്റാനും കാരണമായേക്കാം.
ബാങ്കിംഗ് ലയനങ്ങൾ ലോകമെമ്പാടും നടക്കുന്ന ഒരു പ്രവണതയാണ്. ഇന്ത്യൻ സാഹചര്യത്തിൽ SBIയുടെ ചരിത്രം ഒരു മികച്ച ഉദാഹരണമാണ്. 2017 5 അസോസിയേറ്റ് ബാങ്കുകളെയും ഭാരതീയ മഹിളാ ബാങ്കിനെയും SBI ലയിപ്പിച്ചതിന് ശേഷം ബാങ്കിന്റെ പ്രവർത്തനശേഷിയും ലാഭക്ഷമതയും മെച്ചപ്പെട്ടതായിട്ടാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഈ മുൻകാല വിജയം തന്നെയാണ് പുതിയ ലയന നീക്കത്തിന് കേന്ദ്ര സർക്കാരിന് ആത്മവിശ്വാസം നൽകുന്നത്. ഇനി വളർച്ചയുടെ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം 3 കുറയ്ക്കുന്ന ഈ നീക്കം ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയുടെ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവാണ്. ഇതിലൂടെ സാമ്പത്തിക രംഗത്ത് വൻ ശക്തികളായി മാറാൻ ഇന്ത്യയിലെ ബാങ്കുകൾക്ക് സാധിക്കും എന്നതിൽ സംശയമില്ല. എന്നാൽ ഈ ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ ലയന പ്രക്രിയ സുതാര്യവും സമഗ്രവുമായ രീതിയിൽ നടപ്പാക്കണം. ജീവനക്കാരുടെ ആശങ്കകൾ പരിഹരിക്കുക, ഗ്രാമീണ മേഖലയിലെ ബാങ്കിംഗ് സേവനങ്ങൾ കുറയാതെ ശ്രദ്ധിക്കുക, സാങ്കേതിക വിദ്യയുടെ സംയോജനം തടസ്സമില്ലാതെ നടപ്പാക്കുക തുടങ്ങിയ നിരവധി വെല്ലുവിളികൾ സർക്കാരിനും ബാങ്കിംഗ് നേതൃത്വത്തിനും മുന്നിലുണ്ട്. വെറും വലിപ്പം കൂട്ടുക എന്നതിലുപരി പ്രവർത്തനപരമായ കാര്യക്ഷമതയും ഉപഭോക്തൃ സൗഹൃദപരമായ സേവനങ്ങളും ഉറപ്പുവരുത്തുമ്പോൾ മാത്രമേ ഈ മഹാലയനം ഇന്ത്യൻ സാമ്പത്തിക രംഗത്തിന് ഗുണകരമാവുകയുള്ളൂ. ഇന്ത്യൻ ബാങ്കിംഗ് മേഖല അതിന്റെ അടുത്ത ഘട്ട പരിണാമത്തിലേക്ക് കടക്കുകയാണ്. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവി നിർണ്ണയിക്കുന്ന ഒരു നിർണായക നീക്കമായിരിക്കും. കാലം തെളിയിക്കും ഇതൊരു തലോടലാണോ അതോ തന്ത്രപരമായ വളർച്ചയാണോ എന്ന്.